പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. തികച്ചും മൗനമാണ്. അതിനിടയിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അനൂപ് അവിടെ ഉണ്ടാവരുതെന്ന് പ്രിയ മൂകമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അങ്ങോട്ട് കയറി വരുമോ? വന്നാൽ തന്നെ അവനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാനുള്ള പോലും അവിടെ ഉണ്ടാവില്ല. പോരും മുന്നേ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു. നിരവധി ആശങ്കകൾ നിറഞ്ഞ മനസ്സോടെ ഇരിക്കുന്നതിനാൽ കാറ് നിന്നൊന്നും പ്രിയ അറിഞ്ഞില്ല. ഇറങ്ങുന്നില്ലേ എന്ന് ആദി ചോദിക്കുമ്പോൾ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ശേഷം മുന്നിലേക്കും. തന്റെ വീട് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. വല്ലാത്തൊരാർത്തിയോടെ പ്രിയ ചുറ്റും നോക്കുന്നത് ആദ്യം നോക്കിയിരുന്നു. ആദ്യ കൂടെ വിളിക്കണോ വേണ്ടയോ എന്നൊരു സംശയമുണ്ടായിരുന്നു പ്രിയക്ക്. വിളിച്ചാ വന്നില്ലെങ്കിലോ? വരാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ താൻ വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ടായി തോന്നുമോ? വിളിക്കാതെ പോയാൽ അതും മോശമല്ലേ? നിരവധി സംശയങ്ങൾ ഉള്ളിലുണ്ടായിട്ടും അവൾ അവന്റെ നേരെ നോക്കി. ഇറങ്ങിക്കോ. പതിവ് പോലെ ഗൗരവത്തിൽ തന്നെ അവനത് പറഞ്ഞതും അവളിലെ ഉള്ള വിശ്വാസം കൂടി നഷ്ടമാവുകയായിരുന്നു. ഇതുപോലൊരു വീട്ടിൽ അവൻ കയറി വരില്ലായിരിക്കും. അവനതൊരു കുറച്ചിലാവുമെന്നുള്ള ചിന്തയോടെ ഡോർ തുറന്നുകൊണ്ട് ഇറങ്ങിപ്പോയവർക്കൊപ്പം തന്നെ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയതും പ്രിയയുടെ മനസ്സൊന്ന് കുതിച്ചു തള്ളി. പറയാൻ കഴിയാത്ത ഒരു ആഹ്ലാദം അവളുടെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞു. വാ. തന്നെ നോക്കി നിൽക്കുന്നവൾക്ക് നേരെ നോക്കി ആദ്യം നടന്നു തുടങ്ങിയതും ആദിയാണ്. കോളിംഗ് ബെല്ലടിക്കുന്ന കേട്ടതും മാളുവാണ് വന്ന് വാതിൽ തുറന്നുകൊടുത്ത്. തൊട്ടുമുന്നിൽ ആദിയെ അവന് പുറകിൽ പ്രിയയും കണ്ടതും അവൾ ഞെട്ടിപ്പോയിരുന്നു. പകച്ചുകൊണ്ട് അവരെ നോക്കി അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നവളെ നോക്കി ആദ്യം നെറ്റി വിളിച്ചു. പിന്നിൽ നിൽക്കുന്ന പ്രിയെ അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഇതെന്താ മാളുവിച്ചി ഇങ്ങനെ നോക്കുന്നേ? അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും പ്രിയ മുന്നോട്ട് നിന്നിട്ട് മാളുവിനെ നോക്കി ചോദിച്ചു. അത് ഞാൻ. മാളുവിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ആദ്യ പ്രിയ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് പോവാൻ വന്നതാണോ എന്ന ഭയം അവള് വിറപ്പിച്ച് തുടങ്ങിയിരുന്നു. ഞങ്ങളങ്ങോട്ട് കയറട്ടെ ചേച്ചി. വാതിൽക്കൽ തന്നെ നിൽക്കുന്ന മാളുവിനെ നോക്കി കുഞ്ഞൊരു ചിരിയോടെ പ്രിയ പറഞ്ഞു. അവളുടെ മുഖത്തുള്ള തിളക്കം, ആ ചിരി, അത് കണ്ടപ്പോൾ മാളുവിന് അല്പം ആശ്വാസം തോന്നിയിരുന്നു. അയ്യോ ഞാൻ. വാ പ്രിയ കയറ്. വെപ്രാളത്തോടെ തന്നെ മാളു ഒതുങ്ങി നിന്ന് കൊടുത്തു. ആദ്യം നോക്കിയിട്ടാണ് പ്രിയ അകത്തേക്ക് കയറിയത്. അമ്മയില്ലേ മാളുവേച്ചി? ഉണ്ട്, അടുക്കളയില. മാളുവിന്റെ പരവേശം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഷൂ ഊരിയിട്ടുകൊണ്ട് ആദ്യം അകത്തേക്ക് കയറിയത്. പ്രിയ ധൃതിയിൽ അകത്തേക്ക് പോകുന്നതും ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കി അവൾക്കൊപ്പം തന്നെ മാളുവും പോകുന്നത് ആദ്യം നോക്കി നിന്നു. അമ്മേ. ആ ഒരു വന്നൊന്നറിയാതെ അടുപ്പത്ത് എന്തോ ഉള്ളത് ഇളക്കിക്കൊണ്ടിരുന്ന സുജ പ്രിയയുടെ ആ വിളിയേട്ടത് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു. ഓടി വന്നിട്ട് തന്നെ പൊതിഞ്ഞു പിടിച്ച് പ്രിയാണെന്ന് കണ്ടതും അവരുടെ മുഖം പ്രേതത്തെ കണ്ടുപോലെ വിളറി വെളുത്തു. എന്താടി മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹൃദയം നുറുങ്ങിയുള്ള ചോദ്യം. ഉയർന്ന നെഞ്ചിരിപ്പ്. പ്രിയ മുഖമുയർത്തി. അവിടെ എന്തേലും ചോദിക്കുമ്പോൾ സുജയുടെ ശബ്ദം പോലും വിറക്കുന്നുണ്ട്. ഞാൻ അമ്മയെ കാണാൻ കൊതിയായിട്ട് വന്നതാ. അമ്മയുടെ മുഖം കണ്ടതും പ്രിയ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. സുജയുടെ മുഖം നിലാവ് പോലെ തിളങ്ങി. തന്നെ പുണർന്നു നിൽക്കുന്ന മകളെ അവരും ഗാഠമായി തിരികെ പുണർന്നുകൊണ്ട് അവളുടെ മൂർത്താവിൽ ഉമ്മവച്ചു. ആ സ്നേഹവും വാത്സല്യവും ഉള്ളാലെ നിറച്ചുകൊണ്ട് പ്രിയ വീണ്ടും അമ്മയുടെ നെഞ്ചിൽ പതുങ്ങി. ഒറ്റക്കാണോ വന്ന്? സുജ അവള് വിടാതെ തന്നെ ചോദിച്ചു. അല്ലമ്മേ, ആദ്യേട്ടനും കൂടിയുണ്ട്. അവളത് പറഞ്ഞതും ആ അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവരൊരിക്കലും ആദ്യയോടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് വരാൻ തുടങ്ങിയതാ. അപ്പോഴാദ്യേട്ടൻ പറഞ്ഞു കൂടെ വരാന്ന്. ഉള്ളാകെ നിറഞ്ഞു തൂവിയ സന്തോഷത്തോടെയാണ് പ്രിയ അവരോടത് പറഞ്ഞത്. ആ അമ്മ മനസ്സിലെ വേവും ചൂടും എങ്ങോ പോയി ഒളിച്ചു. പകരം വല്ലാത്തൊരു ആശ്വാസം ആ മനസ്സിലും മുഖത്തും നിറഞ്ഞു. പരിഗണന എന്ന് തന്നെയാണല്ലോ സ്നേഹത്തിന്റെ പര്യായം, മനസ്സിലാക്കുന്നതിന്റെ അടയാളം. പ്രിയക്കൊപ്പം ആദ്യ കൂടി സ്വന്തം താല്പര്യത്തോടെ വന്നുവെങ്കിൽ അത് സ്നേഹമാണെന്ന് തന്നെ ആ മനസ്സ് അടിവരയിട്ട് ഉറപ്പിച്ചിരുന്നു. എന്നിട്ട് ആ മോൻ അവിടെ ഒറ്റയ്ക്കിട്ട് ഓടി വന്നാണോ നീ? സുജാത് ചോദിച്ചപ്പോഴായിരുന്നു പ്രിയ അത് ഓർത്ത്. അവൾ ചിരിയോടെ നാവ് അടിച്ചു. സുജയെ ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് തോളിലുള്ള തോർത്ത് ഒന്നുകൂടെ നെഞ്ചിൽ വിരിച്ചിട്ട് പുറത്തേക്ക് ചെന്നു. മോനെ. അവിടെ നിന്ന് ചുറ്റും നോക്കുന്ന ആദിയെ ഉള്ളിലെ മുഴുവൻ സ്നേഹവും ചാലിച്ചുകൊണ്ട് സുജ വിളിക്കുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അമ്മയെ അറിഞ്ഞില്ല നിങ്ങൾ വന്ന്. മോനിരിക്കി. സുജ അവിടെയുള്ളൊരു കസേര നീക്കിയിട്ടെടുത്തുകൊണ്ട് ആദിയെ നോക്കി. ആദ്യം അവരെ നോക്കിയും ചിരിച്ചല്ലാതൊന്നും പറഞ്ഞില്ല. ഇരിക്കി. ഒന്നുകൂടി സുജ പറഞ്ഞു. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് തന്നെ കസേരയിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും സുജയ്ക്ക് പുറകിൽ പ്രിയം എത്തിയിരുന്നു. അമ്മയ്ക്ക് പുറകിൽ പതുങ്ങിന്ന് തന്നെ നോക്കുന്നവളെ കണ്ടതും ആദിക്ക് ചിരി വന്നു. മക്കളിരിക്കി, അമ്മ കുടിക്കാനെടുക്കാം. സുജയിലൊരു വെപ്രാളം ഉണ്ടായി തിരിഞ്ഞടക്കുമ്പോൾ ആദ്യം നോക്കിയിട്ട് സുജയ്ക്ക് പിറകെ തന്നെ പ്രിയം നടന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടായിരുന്ന മോളെ. ദൈവമേ, ഞാൻ ഇനി എന്ത് കൊടുക്കും എന്റെ കുഞ്ഞിന്? പ്രിയ കേൾക്കാൻ മാത്രമുള്ള ഒരു കുഞ്ഞു ശബ്ദത്തോടെയാണ് സുജ പറയുന്നതെങ്കിലും നിശബ്ദത നിറഞ്ഞ അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഹാളിലിരിക്കുന്ന ആദ്യ കൂടി കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്റെ ഫോൺ ബാഗിൽ പെട്ടുപോയമ്മേ. പറഞ്ഞിരുന്നില്ലേ ഞാൻ? ബാഗ് സ്കൂളിലാ, അത് കിട്ടിയിട്ടില്ല. പ്രിയയുടെ മറുപടി കേട്ടത് ആദ്യയുടെ നെറ്റി വിളിഞ്ഞു. പറയാതെയുള്ള ഈ വരവ് അവർക്കൊരു ബുദ്ധിമുട്ടായെന്ന് അവന് ഉറപ്പായി. പറഞ്ഞിട്ട് വന്നിരുന്നുവെങ്കിൽ അത് ഇതിനേക്കാൾ ബുദ്ധിമുട്ടായി തോന്നിയേനെ. അപ്പോഴേക്കും ആൾ താങ്ങിപ്പിടിച്ച് പത്മയെ വീൽ ചെയറിലേക്ക് ഇരുത്തി അവളെയും കൊണ്ട് അങ്ങോട്ട് വന്നിരുന്നു. പ്രിയെ. ചിരിയോടെ പിന്നിൽ നിന്നും പത്മ വിളിച്ചു കേട്ടതും പ്രിയ തിരിഞ്ഞു നോക്കി. പത്മയെ കണ്ടത് അവളുടെ മുഖം വിടർന്നു. ഒരു കുതിപ്പിന് അവൾ പത്മയുടെ അരികിലേക്ക് ഇരുന്നു. സുഖാനോടി പെണ്ണേ.
അങ്ങേയറ്റം വാത്സല്യത്തോടെ പത്മയുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ചിരിയോടെ പ്രിയ അതേന്ന് തലയാട്ടി കാണിച്ചു. തിരികെ പത്മയോട് ആ ചോദ്യം ചോദിക്കാൻ പ്രിയക്ക് പേടിയുണ്ടായിരുന്നു. അവൾ ചേച്ചിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവർ തമ്മിലുള്ള സ്നേഹവും സംസാരവും നോക്കി മാള് ചുമരിൽ ചാരി നിന്നു. ഒരു ബിസ്ക്കറ്റ് കഷ്ണം പോലും ഇല്ലല്ലോ ദൈവമേ. ചായക്ക് മധുരം ചേർത്തുകൊണ്ട് നിൽക്കുമ്പോഴും സുജയുടെ ആദ്യം തീർന്നില്ല. ഒന്നും വേണ്ടമ്മേ, ഞാൻ അമ്മയെ കാണാൻ വന്ന. പ്രിയ അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എന്നാലും ആദ്യമായിട്ട് ആ മോനിയുടെ വന്നിട്ട്. തന്റെ ഗതികേടോർത്തിട്ട് സുജയ്ക്ക് നെഞ്ചു കനത്തു. പ്രിയക്കും സങ്കടം തോന്നി അവരെ നോക്കുമ്പോൾ. അമ്മ ഈ ചായ കൊടുത്തിട്ട് വരും. ഒന്നും വേണ്ട, ഇത് മതിയാവും. പ്രിയ അവരുടെ കയ്യിലേക്കുള്ള ആ ചായ എടുത്തുകൊണ്ട് പറഞ്ഞു. ഒന്നും അടിച്ചിരുന്നെങ്കിലും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുജ അതുമായി ആദിയുടെ അരികിലേക്ക് ചെന്നു. കട്ടൻ കുടിക്കുക മോനെ? വല്ലാത്തൊരു അപകർഷം നിറഞ്ഞിരുന്ന ആ ചോദ്യത്തിൽ. കട്ടനെ കുടിക്കാറുള്ളൂ, വേറൊന്നും എനിക്കിഷ്ടമല്ല. മനോഹരമായൊരു ചിരിയോടെ തന്നെ ആദ്യ സുജയ്ക്ക് നേരെ കൈ നീട്ടി. സുജയുടെ കണ്ണ് നിറഞ്ഞു. മാഷിന് സുഖാണോ? സുജ ചോദിച്ചു. ആദ്യ തലയാട്ടി കാണിച്ചു. പിന്നെ എന്ത് ചോദിക്കണമെന്നറിയാതെ അവിടെ ഒരു നിമിഷം കൂടി നിന്നിട്ട് സുജ തിരിഞ്ഞടന്നു. നിനക്കവിടെ സുഖാണമ്മേ? സുജ ചോദിച്ചു തീരും മുന്നേ പ്രിയ ഉത്തരം പറഞ്ഞു. വേലായുധേട്ടൻ അമ്മ അയാളോട് പറയണം ഈ മാസം ശമ്പളം കിട്ടിയിട്ട് അയാളുടെ പറ്റിയാൻ കൊടുത്തോളാന്ന്. അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാറില്ലേ? പ്രിയ സുജയെ നോക്കി. അവർ സാധനങ്ങൾ കടമായി വാങ്ങുന്നത് കവരയുള്ള വേലായുധൻ ചേട്ടന്റെ കടയിൽ നിന്നാണ്. കാറവ പശുപ്പ സ്വന്തം കാര്യം നോക്കി പോയില്ലേ സുജയ്? ഇനിയിപ്പോ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാ? സത്യം പറയാലോ, ഇനി കിട്ടാനുള്ള പോലും കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെയുള്ള പിന്നെ ഇവിടുന്ന് കടം തരുന്ന ഈ ഏർപ്പാട് ഇനി നടക്കുമെന്ന് തോന്നില്ല കേട്ടോ. ഞാനിവിടുന്ന് കിട്ടുന്നതുകൊണ്ട് ആ കുടുംബം നോക്കുന്നത്. ധർമ്മം ചെയ്യാൻ തൽക്കാലം എൻ്റെ കയ്യിൽ സാധനങ്ങളില്ല. വലിയൊരു ആൾക്കൂട്ടത്തെ സാക്ഷിയാക്കി വേലായുധൻ പറഞ്ഞേർത്ത വാക്കിന്റെ ചൂടും പൊള്ളലും സുജ മനസ്സിൽ ഒതുക്കി വെച്ചു. വെറുതെ അവളെ കൂടി പൊള്ളിക്കാൻ അവർക്ക് തോന്നിയില്ല. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സുജയുടെ മുഖം കണ്ടതും പ്രിയ ആശങ്കയോടെ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഒരു പ്രശ്നമില്ല മോളെ, അതെല്ലാം അമ്മ നോക്കിക്കോളാം. മോള് സന്തോഷമായിട്ട് കഴിയുന്നുണ്ട് മനസ്സിലായി തന്നെയാ അമ്മയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം. സുജ വീണ്ടും പ്രിയയെ ചേർത്ത് പിടിച്ചു. അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും മോള് ചെയ്യരുത്. ആ മാഷിന്റെയും കൊച്ചുമോന്റെയും ദാനം നിന്റെ ജീവിതം. അന്യ വീടാ, അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും കാണും. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും നീയായിട്ട് ചെയ്യരുത്. സുജ വാത്സല്യത്തോടെ തന്നെ പ്രിയയുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാമേ. പ്രിയ നേർത്തൊരു മന്ദഹാസത്തോടെ പറഞ്ഞു. അറിയാമായിരിക്കും, സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിച്ചവളാ എൻ്റെ കുട്ടി. പക്ഷെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ഒരമ്മയുടെ കടമയാ. മകള് സുമംഗലിയായി പടിയിറങ്ങും മുന്നേ ഒരമ്മയുടെ ആഗ്രഹങ്ങളാ. അതിനുപോലും ഭാഗ്യമില്ലാത്തവളായി പോയല്ലോ ഈ അമ്മ. തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് സുജ കണ്ണുകൾ തുടച്ചു. കരയില്ലേ അമ്മേ? പ്രിയയുടെയും പത്മയുടെയും കണ്ണു നിറഞ്ഞെങ്കിലും മാളും മരവിപ്പോടെ ചുമലിൽ ചാരി അതേ നിൽപ്പ് തുറന്നു. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാൻ ഓരോ പെൺമക്കൾക്കും വാക്ക് കൊടുക്കണം, ധൈര്യം കൊടുക്കണം. അതൊക്കെ അമ്മയ്ക്കും അറിയാം. പക്ഷേ ഇനി ഇങ്ങോട്ട് തിരികെ വരാനുള്ള അവസരം അമ്മയുടെ പൊന്നുമോൾ ഉണ്ടാക്കരുത്. എത്ര ഒതുക്കി പിടിച്ചിട്ടും സുജ കരഞ്ഞുപോയിരുന്നു. അവരൊക്കെ വലിയ ആളുകളാ, നിന്നെ അംഗീകരിക്കാൻ സമയം വേണ്ടി വന്നേക്കാം. പക്ഷേ എൻ്റെ കുട്ടി തളരരുത്. അവരോട് ദേഷ്യമോ വെറുപ്പോ തോന്നരുത്. ക്ഷമയോടെ കാത്തിരിക്കണം. ഒട്ടും വയ്യെങ്കിൽ അമ്മയുണ്ട് ഇവിടെ. സുജ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. പുറത്തിരിക്കുന്ന ആദ്യം കേൾക്കരുതെന്ന് കരുതി അങ്ങേയറ്റം ശ്രദ്ധയോടെയാണ് സുജ പറയുന്നത്. പക്ഷെ അവനെല്ലാം അവിടെ ഇരുന്ന് കേൾക്കുന്നത് അമ്മയും മക്കളും അറിഞ്ഞതേയില്ല. പേടിക്കണ്ട അമ്മേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ മനസ്സ്. മുഖം അമർത്തി തുടച്ചുകൊണ്ട് പ്രിയ സുജയെ ചേർത്ത് പിടിച്ച്. മതി അമ്മേ, അവളെ കൂടി സങ്കടപ്പെടുത്തല്ലേ. പത്മ നിറഞ്ഞ കണ്ണുകൾ രണ്ടു കൈ കൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് സുജയെ നോക്കി പറഞ്ഞു. ചായ കുടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലും മോളെ, അവനവിടെ ഒറ്റക്കല്ലേ. സുജ പ്രിയക്ക് നേരെ ചായ എടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു. പ്രിയ ചായ കയ്യിലെടുത്തുകൊണ്ട് തന്നെ പുറത്തേക്ക് ചെന്നു. ആദ്യ ചായ കൂടി കഴിഞ്ഞ് പുറത്തേക്കുള്ള വാതിൽക്കൽ നിൽപ്പുണ്ട്. പിന്നിലാരോ നിൽക്കുന്നറിഞ്ഞ് അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവൾക്ക് പിറകെ തന്നെ പത്മയുടെ വീൽ ചെയറും തള്ളിക്കൊണ്ട് സുജയും ആളും കൂടിയുണ്ട്. ആദ്യ പത്മയെ നോക്കിയൊന്ന് ചിരിച്ചു. ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഉച്ചയ്ക്കേഷം ലീവാക്കി. ഇയാളുടെ ഹസ്ബൻഡ് പിന്നെ വന്നിട്ടില്ലേ? പത്മയെ നോക്കി ആദ്യം ചോദിച്ചു. അവന്റെ സ്വരം അപ്പോൾ വല്ലാതെ കടുത്തുപോയിരുന്നു. പ്രിയയും നോക്കി വിളറിയൊരു ചിരിയോടെ പത്മ തലയാട്ടി കാണിച്ചു. ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ മോനെ. സുജയ്ക്ക് വല്ലാത്തൊരു പേടി തോന്നി അവന്റെ ആ ചോദ്യം കേട്ടപ്പോൾ. ഏയ് ഇല്ല, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു, വെറുതെ ചോദിച്ചാ. ആ ഭയം അറിഞ്ഞ പോലെ ആദ്യ ചിരിയോടെ പറഞ്ഞു. ശേഷം അവന്റെ നോട്ടം പ്രിയക്ക് നേരെ നീണ്ടു. അവൾ ഒറ്റ വലിക്ക് ചായ കുടിച്ചേർത്തിട്ട് ആദ്യ കുടിച്ച ഗ്ലാസ് കൂടി എടുത്തിട്ട് അകത്തേക്ക് നടന്നു. കുറച്ചൊക്കെ എടുത്തിയാട്ടവും ദേഷ്യമുണ്ട്, എന്നാലും പാവാ മോനെ എൻ്റെ മോള്. അനുഭവങ്ങൾ അവൾ അങ്ങനെയാക്കി മാറ്റിയതാ. സുജ പ്രിയ പോയ വഴിയെ നോക്കി പതിയെ പറഞ്ഞതും ആദ്യം അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ചുരിദാറിന്റെ ഷോളിൽ കൈ തുടച്ചുകൊണ്ട് പ്രിയ അങ്ങോട്ട് വന്നു. പോട്ടമ്മേ, ഇനി പിന്നെ വരാം. വല്ലാത്തൊരു നിരാശയിൽ മുങ്ങിപ്പോയിരുന്നു. അത് പറയുമ്പോൾ പ്രിയയുടെ വാക്കുകളും മുഖവും. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടുള്ള വരവാ. പക്ഷേ സുജ മുഖം കുനിച്ചു. ആദ്യം ഒന്നും പറയാ പ്രിയയെ നോക്കി. ഇന്നിവിടെ നിന്നിട്ട്. സുജ വീണ്ടും ആദ്യയും പ്രിയയും നോക്കി.
നിർബന്ധിച്ച് പറയാൻ അവരുടെ അവസ്ഥ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴല്ല, പിന്നെ ഒരു ദിവസം തീർച്ചയായിട്ടും ഞങ്ങൾ വരാം. ആദി പറഞ്ഞു. എന്നാ മോളിന്നിവിടെ നിന്നോട്ടെ. അത് ചോദിക്കാനും സുജയ്ക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അവളെ കണ്ടു മതിയായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം അതുപോലൊരവസ്ഥയിൽ ഇറങ്ങിപ്പോയതാണ്. ഇന്ന് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരു ദിവസം തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നുണ്ട്. മഹാദേവന്റെ ക്രൂരത നിറഞ്ഞ ചിരിയുണ്ടായിരുന്നു ആദിയുടെ ഉള്ളു മുഴുവൻ അത് പറയുമ്പോൾ. ആദിയുടെ വാക്കുകൾ സുജയ്ക്ക് ആശ്വാസമാണ് നൽകിയത്. അവളുടെ കൂടെ തന്നെ അവൻ ആഗ്രഹിക്കുന്നുവല്ലോ. പ്രിയം വല്ലാത്തൊരു നിർവൃതിയോടെ അവന്റെ നേരെ നോക്കി. പോവാമെന്ന് ആദ്യം അവളോട് തലകൊണ്ട് ആംഗ്യം കാണിച്ചു. അമ്മയൊരു കാര്യം പറഞ്ഞ മോനത് ദേഷ്യാവോ? സുജ വിറയലോടെ തന്നെയാണ് അത് ചോദിച്ചത്. തന്റെ വാക്കോ പ്രവൃത്തിയോ മകളുടെ ജീവിതത്തിൽ യാതൊരു ദോഷവും വരുത്തരുതെന്ന് അവർക്ക് തോന്നിയിരുന്നു. ആദിക്കൊപ്പം പ്രിയയും പത്മയും അവളും എല്ലാം സുജയെ നോക്കി. നിയമത്തിന് മുന്നിൽ ഇവിടെ നീ കൂടെ ചേർത്തില്ലെങ്കിലും താലിയും സിന്ദൂരവും ഒന്നുമില്ലാതെ ഒക്കെ ഓരോ വിശ്വാസമായിരിക്കും. പക്ഷേ അതിലൊരു സത്യവും ഉണ്ട് മോനെ. ഒഴിഞ്ഞുകിടക്കുന്ന ഇവളുടെ സീമന്തരേഖയും കഴുത്തും എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. മോന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. സുജ കൈകൂപ്പുന്ന പോലെയാണ് ആദ്യം നോക്കുന്നത്. അവൻ ഞെട്ടിപ്പോയിരുന്നു. ഇനി ഈ നിമിഷം വരെ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ തോന്നിയിരുന്നില്ല. പ്രിയം സുജയെ പകച്ചു നോക്കി. അമ്മയുടെ വാക്കുകൾ മോൻ ഇഷ്ടക്കേടുണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഒരു മകളെങ്കിലും നിത്യസുമംഗലിയായി കാണാൻ എൻ്റെ ആഗ്രഹം. മണ്ണോട് ചേർന്ന് പോയി ഇവളുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ആത്മാവും അങ്ങനെയൊന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. തോളിൽ കിടന്ന തോട്ടിൽ സുജ മുഖം പൊതിഞ്ഞുകൊണ്ട് തേങ്ങി. ആദിയുടെ മുഖം വരിഞ്ഞു മുറുകി തുടങ്ങി. അതുവരെ അവൻ ഒളിപ്പിച്ചു പിടിച്ച ഗൗരവവും ദേഷ്യവും അവന്റെ മിഴിയാഴങ്ങളിൽ നിന്നും പ്രിയ കണ്ടുപിടിച്ചു. അവൾക്കുള്ളം പിടഞ്ഞു. അമ്മേ, സുജ പറയുന്നൊന്നും ആദിക്ക് ഇഷ്ടമാവില്ലെന്ന് പ്രിയക്ക് മനസ്സിലായതും അവൾ അല്പം ശാസനയോടെ വിളിച്ചു. ഞാനീ പറഞ്ഞ എൻ്റെ മനസ്സാ മോനെ, അതിന് ഇവളോട് ദേഷ്യം കാണിക്കരുത്. ഒരുപാട് അനുഭവിച്ചതാ എൻ്റെ മകൾ. അവളുടെ നന്മയ്ക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ദൈവം നേരിട്ടിറക്കിയ ദൈവദൂതന ഈ അമ്മയ്ക്ക് മുന്നിൽ നീ. കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇതൊരു തമാശയോ ഭ്രാന്തിക്കായിട്ട് തോന്നിയേക്കാം. പക്ഷേ വലിയൊരു സങ്കടക്കടലിൽ മുങ്ങിത്താഴുന്ന നേരം എൻ്റെ മകൾക്ക് പിടിച്ചേറാൻ കിട്ടിയ കച്ചിത്തുരുമ്പിലും ഈ അമ്മയുടെ പ്രാർത്ഥനയുടെ അംശങ്ങളുണ്ട്. അത്രമാത്രം ഇവിടെ എൻ്റെ മോള്. നിറഞ്ഞു തോന്നുന്ന ആ കണ്ണീരായിരുന്നു സുജയുടെ വാക്കുകളുടെ ആത്മാർത്ഥതയെന്ന് ആദിക്ക് തോന്നി. അവൻ അസ്വസ്ഥനാണെന്ന് പ്രിയക്ക് മനസ്സിലായി. പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ അത്രയും പഠിപ്പോ വിവരമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ താലിയിലും സിന്ദൂരത്തിലല്ല, മനസ്സിലാണ് ദാമ്പത്യമെന്നും. എന്ത് സംഭവിച്ചാലും നേരിടാന്നുള്ള നിങ്ങളുടെ അത്ര ധൈര്യവും മനോബലം കൂടി എനിക്കില്ല. അതുകൊണ്ട് അപേക്ഷ. സുജ വീണ്ടും ആദിയെ നോക്കി. നെറുകയിൽ സ്വന്തം പുരുഷന്റെ കൈകൊണ്ട് ചേരുന്ന രക്തവർണ്ണത്തിനും നെഞ്ചിൽ അവരുടെ കൈകൊണ്ട് അണിയിക്കുന്ന ഒരു ഇത്തിരി പൊന്നിനും ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനമുണ്ടെന്ന് ഭർത്താവിന്റെ വിയോഗത്തോടെയാണ് സുജ തിരിച്ചറിഞ്ഞത്. മൂത്ത രണ്ടു മക്കളുടെ കാര്യങ്ങൾ ഓർക്കാൻ തന്നെ അവർക്ക് ഭയമായിരുന്നു. പക്ഷേ ഇളയ മകൾക്കെങ്കിലും നല്ലൊരു ജീവിതം എന്നത് അവരുടെ സ്വാർത്ഥതയായി മാറുകയായിരുന്നു. അപ്പോൾ ആദി ധർമ്മസങ്കടത്തിൽപ്പെട്ടതുപോലെ നെറ്റി തടവി. മകൾക്ക് വേണ്ടി തനിക്കുമ്പിൽ കേഴുന്ന സുജിയോട് തീർത്തും പറ്റില്ലെന്ന് പറയാൻ അവന് കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ ആവശ്യം അംഗീകരിക്കാനും കഴിയാത്തൊരു നിസ്സഹായാവസ്ഥ. തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രിയെ വെറുതെ കുറച്ച് സെന്റിമെന്റിന്റെ പേരിൽ കുരുക്കിയിടാൻ അവന് തോന്നിയില്ല. നിയമം കൊണ്ട് മാത്രം അവൾക്കുള്ള ഭാര്യ പദവി അതൊരു സംരക്ഷണമാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ അവൾക്ക് എപ്പോൾ വേണമെങ്കിൽ പോലും ഇറങ്ങിപ്പോവാൻ കഴിയുന്ന ഒരു ഒപ്പിന്റെ ബലം മാത്രം. ഒരുപക്ഷെ ഇവർ പറയുന്ന പോലെ ഒരുമിച്ച് ജീവിക്കാൻ താലിച്ചരടും സിന്ദൂരമൊന്നും വേണ്ട എന്നുള്ള ന്യൂജൻ ചിന്താഗതിയല്ല ആദിത് മഹാദേവനെന്ന് അവൻ അവരോട് പറയാനും വയ്യായിരുന്നു. ലിവിങ് ടുഗദർ എന്ന ഓമന പേരിട്ട് സ്വന്തം അച്ഛൻ നടത്തുന്ന അനാശ്വാസം കണ്ട് മനസ്സ് മരിച്ചവന് ആ രീതികളോട് വെറുപ്പാണെന്നുള്ള വസ്തുത അവന്റെ ഉള്ളിൽ വീർപ്പ് മുട്ടി. തന്റെ പെണ്ണിനെ ഹൃദയമൊരുക്കി ചേർത്ത് പണിതൊരു താലിൽ സ്വന്തമാക്കാനും അവളുടെ നെറുകയിൽ സൂര്യനെ പോലെ താൻ അണിയിക്കുന്ന സിന്ദൂരൻ ചൊലിക്കണമെന്ന് മോഹിച്ച് നടന്നവന് അതത്ര നിസ്സാരമായി കാണാനും കഴിയില്ലെന്ന് ആദ്യ നിശബ്ദമായി വാദിക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്തൊക്കെയോ അതൊന്നും കാര്യക്കണ്ട, നമുക്ക് പോവാം. ദേഷ്യം പിടിച്ചാൽ കണ്ണു കാണാത്തവനാണ്. കൺമുമ്പിൽ നിൽക്കുന്നവരാരായാലും യാതൊരു കൂസലുമില്ലാതെ ഉള്ളിലുള്ള മുഴുവൻ വിളിച്ചു പറയുന്നവരാണ്. അമ്മ പറയുന്നത് കേട്ടിട്ട് അവൻ അതിന്റെ ദേഷ്യത്തിൽ തന്നെ ഇവിടെ നിർത്തിപ്പോകുമോ എന്ന് പ്രിയ നന്നായി ഭയന്നിരുന്നു. അനൂപിന്റെ ചെയ്തികളോടുള്ള ഭയത്തേക്കാൾ അവൻ തന്നെ ഉപേക്ഷിച്ച് കളയുമോ എന്നൊരു വേവലാതി അവളിൽ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു. മോനെ, ഞാൻ പറഞ്ഞത്. സുജാവിന്റെ കല്ലിച്ച ഭാവം കണ്ടതും വെപ്രാളത്തോടെ ആദ്യം നോക്കി. എനിക്ക് മനസ്സിലാവും അമ്മേ. തീയിൽ വെള്ളമൊഴിച്ചതുപോലെ ഒരു ആശ്വാസമായിരുന്നു പ്രിയക്കാമുഖത്തെ ചെറിയ ചിരിയും ശാന്തമായ വാക്കുകളും നൽകിയത്. അവൾക്കുള്ളിലെ പ്രണയം വീണ്ടും പൂത്ത് തളിർത്തു. ഇഷ്ടമില്ലാത്ത ആര് പറഞ്ഞാലും കണ്ണുപൊട്ടുന്ന ചീത്ത പറയാറുള്ളവൻ ഇന്ന് ഇത്രയും ശാന്തമായി സംസാരിക്കുന്നത് തന്നോടുള്ള സ്നേഹമാണെന്ന് തന്നെ അവൾക്കുള്ള ഉറപ്പിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും പുരോഗമന ചിന്താഗതിക്കാരനൊന്നുമല്ല ഞാൻ. താലിക്കും സിന്ദൂരത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് എനിക്കും തോന്നാറുണ്ട്. പക്ഷേ
ഞാനും അവനും നിർത്തി തനിക്ക് പുറകിൽ നിൽക്കുന്ന പ്രിയയെ നോക്കി. ഞാനും അമ്മയുടെ മകളും തമ്മിൽ എങ്ങനെ ഒന്നായെന്ന് നിങ്ങൾക്കും അറിയാലോ. നേരിട്ടൊന്നും സംസാരിക്കാൻ കൂടി അനുവാദമില്ലാത്തടത്ത് താലിയെക്കുറിച്ചൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. സിന്ദൂര ചുവപ്പിൽ അലിഞ്ഞു ചേരുന്ന പാതിയുടെ ആയുസിനെ കുറിച്ചും ആർക്കും ആശങ്കയില്ലായിരുന്നു. ആദി പറയുന്നയാൾക്ക് പ്രിയയുടെ മുഖം കുനിഞ്ഞു. അമ്മ മോനെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, എനിക്കറിയാം എൻ്റെ മകളുടെ കൂടെ ആയതുകൊണ്ടാണ് അന്ന് അത്രയും നീ അപമാനിക്കപ്പെട്ടത്. എന്തു പറ്റിയെന്നൊരു ചോദ്യത്തിന് പോലും അവിടെ ഒരു സ്ഥാനം ഇല്ലാതായി പോയത്. പക്ഷെ എന്നിട്ടും നിനക്കത് എതിർക്കാൻ കഴിയായിരുന്നു. മാഷ് നിർബന്ധിച്ചു പറഞ്ഞാലും നിന്റെ ജീവിതമായിരുന്നു. തീരുമാനം പറയാൻ നിനക്കായിരുന്നു കൂടുതൽ അവകാശം. പക്ഷേ നീ എൻ്റെ മകളെ കൈവിട്ട് കളഞ്ഞില്ല. ആ നന്ദി എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. ദൈവത്തോളം സ്ഥാനം നൽകിക്കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കും. ഉള്ളിലെ വികാരക്ഷോഭം കൊണ്ട് സുജ കണ്ണു നിറഞ്ഞു വിറക്കുന്നുണ്ട്. ആദിക്ക് പിന്നെ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്തു പറഞ്ഞിട്ടാണ് ഈ കണ്ണീരിനൊരു പരിഹാരം കാണേണ്ടതെന്നും അറിയില്ലായിരുന്നു. താൻ ഇവരുടെ മകൾ അംഗീകരിക്കുന്നു എന്നൊരു തോന്നൽ ആ മനസ്സിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞു. ഇനി അത് അത്ര പെട്ടെന്നൊന്നും വിട്ടുപോവില്ല. ഒരമ്മയുടെ ഗതികേട് മുഴുവൻ അവരുടെ വാക്കിലും പ്രവൃത്തികളിലും മുഴച്ചു കിടന്നു. ഞാനിപ്പോ എന്തു വേണം? ഇനി ആ കണ്ണുനീർ കാണാൻ വയ്യുന്ന പോലെ ആദി ചോദിച്ചു. സുജ അവനെ വിശ്വാസമാവാത്ത പോലെ നോക്കി. പറയൂ, അതുപോലെ ചെയ്യാൻ ഞാൻ. ദയവ് ചെയ്ത് എനിക്ക് മുമ്പിൽ കൈകൂപ്പി കരയരുത്. അതിൻ്റെ കുറ്റബോധം കൂടി എനിക്ക് വയ്യാഞ്ഞിട്ടാ. ആദി സുജയുടെ തോൾ തട്ടിക്കൊണ്ട് പതിയെ പറഞ്ഞു. സുജ നീട്ടിയ കുങ്കുമച്ചപ്പിൽ വിരൽ മുക്കിയെടുക്കുമ്പോൾ ആദി ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും ധന്യമാണെന്ന് താൻ വിശ്വസിക്കുന്ന മുഹൂർത്തമാണ് അത്. പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപാട് ആളുകൾ, അവരുടെ ആരവങ്ങൾ, അവർക്ക് നടുവിൽ തന്നെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന തൻ്റെ പാതി. ഉള്ളിലെ പ്രണയത്തിനൊരു മുഖമില്ലായിരുന്നു. പക്ഷേ തിളക്കമുള്ള 2 കണ്ണുകൾ അന്നും ഹൃദയത്തിലുണ്ട്. ഉടമയാരെന്നറിയില്ലെങ്കിലും ആദിത് മഹാദേവനെ പ്രണയത്തോടെ നോക്കുന്ന ആ കണ്ണുകളെ അന്നും താലോലിച്ചിരുന്നു. കല്യാണം എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു പ്രണയമഴ പെയ്യിക്കുന്ന, തന്നെ അതിൽ നനയിച്ച് നിർവൃതി കൊള്ളിക്കാൻ പ്രാപ്തിയുള്ള 2 കണ്ണുകൾ. ആ ഓർമ്മയിൽ അന്നും ആദിക്ക് വല്ലാത്തൊരു വിങ്ങല് തോന്നി. ഇത് വെറും വാശിയാണോ, അതോ സഹതാപമോ? അതുമല്ലെങ്കിൽ കൺമുമ്പിൽ അമ്മയോളം പോകുന്നൊരു സ്ത്രീ കരയുന്ന കണ്ടുകൊണ്ടുള്ള സിമ്പതിയോ? അവന് തന്നെ തീർച്ചയില്ലായിരുന്നു. ശ്വാസം പിടിച്ചുകൊണ്ടാണ് ആദി പ്രിയക്ക് നേരെ തിരിഞ്ഞത്. അവളുടെ കണ്ണുകൾ തനിക്ക് നേരെയാണെന്ന് കണ്ടതും അവനിലെ വിറയൽ പൂർണ്ണമായി. പാതിയാക്കി പ്രതീക്ഷ കൊടുത്ത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോവേണ്ടി വരുന്നൊരു പ്രഹസനമാണോ ഇതെന്ന് ഓർക്കുമ്പോൾ ആദി തളർന്നു. കുത്തിത്തുളക്കുന്ന പോലെയുള്ള പ്രിയയുടെ നോട്ടം, അത് പരിഹാസമോ അതോ വെല്ലുവിളിയോ? ഇത് രണ്ടുമല്ലെങ്കിലും അതൊരിക്കലും സ്നേഹമാവാൻ വഴിയില്ല. തന്നെ പോലെ ഒരാൾ വിദൂര സ്വപ്നങ്ങളിൽ പോലുമില്ലെന്ന് മുമ്പെപ്പോഴോ പ്രിയ പറഞ്ഞത് ആദിയുടെ ഓർമ്മയിലേക്ക് വന്നതും അവൻ വിയർത്തു തുടങ്ങി. സുജയുടെ കണ്ണിലെ തിളക്കം ചെയ്യാൻ തുടങ്ങിയതിന് പിൻവലിച്ച് പോവാനും വയ്യ. ഒടുവിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള തോന്നലിൽ ആദി കുറച്ചുകൂടി പ്രിയയുടെ അരികിലേക്ക് നീങ്ങി നിന്നു. അവളുടെ തലക്ക് നേരെ കൈകൾ ഉയർത്തി. പക്ഷെ അവനെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ട് പ്രിയയുടെ മൃദുലമായ കൈകൾ അവന്റെ ഉയർന്ന കരുത്തുള്ള കൈകൾ പിടിച്ചു നിർത്തി. സുജയും പത്മയും ആളും അവളെ പകച്ചു നോക്കി. ആദിയുടെ പുരികം വില്ലുപോലെ വളഞ്ഞു. അവന്റെ കണ്ണിലും മുഖത്ത് 1000 ചോദ്യങ്ങൾ ചിതറി വീണു. എല്ലാം മനസ്സിലായിട്ടും പ്രിയയുടെ മുഖം അങ്ങേയറ്റം ശാന്തമായിരുന്നു. അന്നൊരിക്കൽ ചെയ്തു പോയ തെറ്റെന്താണെന്ന് കൂടി അറിയാതെ മുത്തച്ഛന് വേണ്ടി നിങ്ങളെന്നെ നിങ്ങളുടെ പാതിയാക്കി നിയമത്തിന് മുമ്പിൽ. പ്രിയ ആദിയുടെ കണ്ണിലേക്ക് നോക്കി. അവനും എന്താണ് പ്രിയക്കുള്ളിൽ എന്ന് അവന് മനസ്സിലായതേയില്ല. ഇപ്പോഴീ ചെയ്യുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും. ഇതിനിടയിൽ എവിടെയാണ് നമ്മൾ രണ്ടുപേരും? നമ്മുടെ മനസ്സും ആഗ്രഹങ്ങളും. ഇങ്ങനെയാണോ ഇത് നടക്കേണ്ടത്? വാശിക്ക് വേണ്ടിയോ മറ്റൊരാൾ തോന്നുന്ന സാധാപത്തിന്റെ പേരിലോ ഒരാൾ മറ്റൊരാൾ കൊടുക്കേണ്ട ഒന്നാണോ താലിയും സിന്ദൂരവും? പ്രിയയുടെ ചോദ്യം. ആദിയുടെ മിഴികളൊന്ന് പിടഞ്ഞു. അവന്റെ കൈകൾ പതിയെ താഴ്ന്നു പോയെങ്കിലും പ്രിയ പിടിവിട്ടിരുന്നില്ല. അവനത് വിടിവിച്ചതുമില്ല. പ്രിയേ, സുജയുടെ ദേഷ്യങ്ങളെന്ന് വിളി. നീ എന്തൊക്കെയാ പറയുന്ന പോലെ ബോധമുണ്ടോടി? സുജയ്ക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു. ആദ്യം എല്ലാത്തിനും സമ്മതിച്ചു എന്നുള്ള ആശ്വാസത്തിൽ നിന്ന് അവർ പ്രിയ എങ്ങനെ ചെയ്യുമെന്നൊരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാമേ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനും പറയുന്നു. നേരത്തൊരു ചിരിയോടെ പ്രിയ സുജയെ നോക്കി. വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നുവെങ്കിലും കല്യാണം ഓർക്കുമ്പോൾ ഒരു പെൺകുട്ടി സ്വപ്നം കണ്ടിരുന്ന പലതും ഞാനും മോഹിച്ചിട്ടുണ്ടമ്മേ. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമാണ്. പ്രിയ വീണ്ടും ആദിക്ക് നേരെ നോക്കി. മുത്തച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച മുതൽ പഴയ എന്നെ എനിക്ക് നഷ്ടമായിരിക്കുന്നു. എൻ്റെ മനസ്സും പ്രവൃത്തികളും എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു. ആദിയുടെ നോട്ടം അവൾക്ക് നേരെയാണ്. അവൻ്റെ കൈയിൻ്റെ ചൂട് തന്നിലേക്കും പകർന്നു കയറുന്ന ഒരു ഫീലാണ് പ്രിയക്ക്. എന്നിട്ട് അവൾ ആ പിടിവിട്ടില്ല. കല്യാണം എന്നൊരു പെൺകുട്ടിയെ സംബന്ധിച്ച പ്രതീക്ഷയാണ്, സംരക്ഷണമാണ്, പതിയെ പതിയെ പ്രണയിക്കാനുള്ള ലൈസൻസാണ്. അത് പറയുമ്പോൾ പിടഞ്ഞുപോയ അവളുടെ കണ്ണുകളിലേക്ക് ആദ്യ അത്ഭുതത്തോടെയാണ് നോക്കിയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.